ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ആണ്. അതിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഗിവൺ ദെയർ. ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും. ആ ഗ്രാഫിനകത്തെ രണ്ട് വേർട്ടിസസിൻ്റെ ഇടയിൽ ഉള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് പല ടൈപ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം, പിന്നെ നമുക്ക് സിംഗിൾ ഡെസ്റ്റിനേഷൻ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ഉണ്ട്, പിന്നെ നമുക്ക് ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ഉണ്ട്. ഇവിടെ നമ്മളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ആണ്, വിച്ച് മീൻസ് ദാറ്റ് വി ആർ ഹാവിങ് വൺ സോഴ്സ് വെർട്ടെക്സ്. സോഴ്സ് വെർട്ടെക്സ് നമുക്കറിയാം, പക്ഷെ ആ ഒരു സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് നമ്മളുടെ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് നമുക്കത് മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു വെർട്ടെക്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇതിന് രണ്ട് അൽഗോറിതംസ് ആണ് നമുക്കുള്ളത്, ഡിജിസ്ട്രാസും പിന്നെ ബെൽമാൻഫോർഡ്. പിന്നെ ബെൽമാൻഫോർഡ് നമുക്ക് സിലബസിലില്ല, അപ്പോൾ അതുകൊണ്ട് ഡിജിസ്ട്രാസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഗ്രാഫ് തിയറിയിൽ പഠിച്ചിട്ടുള്ള അൽഗോറിതം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്റ്റിൽ ഇറ്റ് ഈസ് യൂസ് ടു കമ്പ്യൂട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഒരു സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ നോഡ്സിലോട്ടും ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അൽഗോറിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബോത്ത് ഡയറക്റ്റഡ് ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് രണ്ടെണ്ണത്തിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് 3 വേർട്ടിസസ് ഉണ്ടെന്ന് വിചാരിക്കുക, 1, 2 and 3. ഓക്കെ, എനിക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 2 and this is called 5. ഓക്കെ, ഇവിടെ എനിക്ക് 1-ൽ നിന്നും 2-ലോട്ട് പോകാൻ 2 കോസ്റ്റ് കൊടുക്കും. 1-ൽ നിന്നും 3-ലോട്ട് പോകുന്നത് എങ്ങനെയാണ്, എനിക്ക് സ്ട്രേറ്റ് ഒരു എഡ്ജില്ല. സോ ഐ എം ഗിവിങ് ഇറ്റ് ആസ് ഇൻഫിനിറ്റി. ഓക്കെ, സോ 1-ൽ നിന്നും 2-ലോട്ട് പോകും. അപ്പോൾ വേറൊരെണ്ണമുണ്ട്, 4ഉം കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് 1-ൽ നിന്നും 2-ലോട്ട് പോകാൻ 2 കോസ്റ്റും, ഇപ്പം 1-ൽ നിന്ന് 4-ലോട്ട് പോകാൻ 5 കോസ്റ്റും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1-ൽ നിന്നും 2-ലോട്ട് പോയി. 2-ൽ നിന്നും 3-ലോട്ട് 2 + 5 ആണ്. അപ്പം ഈ ഒരു 2 + 5 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 1-ൽ നിന്നും അസ്യൂം ചെയ്ത് ഇൻഫിനിറ്റിയെക്കാളും കുറവാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുകയാണ്. അതാണ് ഈ റിലാക്സേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡി ഓഫ് യു എന്ന് പറയുന്നത് നമ്മളിപ്പം നിൽക്കുന്ന വെർട്ടെക്സ് ആണ് ഡി ഓഫ് യു. നമ്മളുടെ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് ആണ് ഡി ഓഫ് വി. ഇതിൻ്റെ ഇടയിലുള്ള കോസ്റ്റാണ് ഈ സി ഓഫ് യു വി. ഓക്കെ, അപ്പം നമ്മളുടെ ഡി ഓഫ് യു, അതായത് നമ്മൾക്ക് 1-ൽ നിന്നും 2-ലോട്ട് വരാൻ എടുത്ത കോസ്റ്റ് എത്രയാണ്, 2 ആണല്ലേ. അപ്പം 2 കോസ്റ്റ് പ്ലസ് നമുക്ക് ആ ഒരു 2-ൽ നിന്ന് 3-ലോട്ട് പോകാൻ എത്രയാണ്, 2-ൽ നിന്ന് 3-ലോട്ട് പോകാൻ 5 ആണല്ലേ. അപ്പോൾ ടോട്ടലി 7. അത് എന്ന് പറയുന്നത് ആ ഒരു വെർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഇൻഫിനിറ്റിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ യു നീഡ് ടു റീപ്ലേസ് ദ ന്യൂ വാല്യൂ വിത്ത് ദി ഓൾഡ് വാല്യൂ. പിടികിട്ടിയോ? അതാണ് കൺസെപ്റ്റ്. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഡിജിസ്ട്രാസ് അൽഗോരിതത്തിന് നമ്മളുടെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് n² ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വേർട്ടിസസ് 2 പ്രാവശ്യം v വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ n² ആണ് നമുക്ക് ഡിജിസ്ട്രാസ് അൽഗോരിതത്തിന് വരുന്നത്. നമുക്കതൊരു എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി വൃത്തിക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ താഴെ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മളുടെ സ്റ്റാർട്ട് വേർട്ടെക്സ് ഏതാന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ബിക്കോസ് നമ്മൾ എഗെയിൻ സിംഗിൾ സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ചെയ്യുന്നത്. സോ വിച്ച് ഇസ് our സോഴ്സ്? our സോഴ്സ് ഇസ് നത്തിങ് ബട്ട് 1. ഇതാണ് നമ്മളുടെ എസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിളായിട്ട് വരച്ച് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിൽ തന്നെ ചെയ്യാം. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ടേബിളായിട്ട് എഴുതി പോകുന്നതായിരിക്കും മാർക്ക് കിട്ടാനായിട്ട് എളുപ്പം. സെലക്റ്റഡ് വേർട്ടെക്സ് ഞാൻ എഴുതി, എന്നിട്ട് 1 അല്ലാത്ത എല്ലാ വേർട്ടെക്സിനും ഞാനിവിടെ എഴുതുവാണ് 2, 3, 4, 5, 6. ഓക്കെ, സെലക്റ്റഡ് വേർട്ടെക്സ് നമ്മളുടെ ഇപ്പോഴത്തെ സെലക്ട് വേർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് വേർട്ടെക്സ് ആണ് കേട്ടോ, നമ്മളുടെ സോഴ്സ് വേർട്ടെക്സ് ആണ്. 1-ൽ നിന്നും 2-ലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. 2 ആണ് നമുക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ്. 1-ൽ നിന്നും 3-ലോട്ട് 4 ഡിസ്റ്റൻസ് ആണുള്ളത്. 1-ൽ നിന്നും 4-ലോട്ടോ 5-ലോട്ടോ 6-ലോട്ടോ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ എത്തിപ്പെടാൻ പറ്റാത്തതിനെല്ലാം നമ്മൾ ഇൻഫിനിറ്റി വെച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോസ്റ്റിലെത്താം, ഇവിടെ നമുക്ക് 3 കോസ്റ്റിലെത്താം, ആൻഡ് ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇൻഫിനിറ്റിയാണ്. ബിക്കോസ് 1-ൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള പാത്ത് നമുക്കില്ല. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത് ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, ഷോർട്ടസ്റ്റ് പാത്ത് എന്നാണ് അല്ലേ. അപ്പം ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 2 ആണ് അല്ലേ. വേർട്ടെക്സ് 2-നാണ് ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത്. സോ ഐ ആം ചൂസിങ് ദാറ്റ് വേർട്ടെക്സ്. സോ നെക്സ്റ്റ് ഐ എം ചൂസിങ് സെക്കൻഡ് വേർട്ടെക്സ്. അപ്പോൾ ഇവിടെ എൻ്റെ പോയിന്റ് വന്നേ. ഇപ്പം ഇവിടെ നിന്ന് എനിക്ക് 4-ലോട്ട് പോകാൻ എത്ര വേണം? അപ്പം എനിക്ക് ഓൾറെഡി അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് ഞാൻ ചൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. 2-വിൽ നിന്നും 4-ലോട്ട് പോകാനായിട്ട് എനിക്ക് 2 + 7 ഉണ്ട്. അതായത് 2 എന്ന് പറയുന്നത് എൻ്റെ വേർട്ടെക്സിൻ്റെ കോസ്റ്റും +7 എന്ന് പറയുന്നത് ആ ഒരു പാത്തിൻ്റെ കോസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ 2 + 7 എന്ന് പറയുന്നത് 9 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയേക്കാൾ കുറവാണ്. സോ ഐ എം റീപ്ലേസിങ് ദി ഇൻഫിനിറ്റി വിത്ത് 9. ഓക്കെ, 2-വിൽ നിന്ന് 3-ലോട്ടുണ്ടല്ലേ. 2 + 1 ആണ് 3. അപ്പോൾ 3 എന്താണ്? 2 + 1 3 ആയതുകൊണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? അപ്പോൾ 2 + 1 3 എന്ന് പറയുന്നത് ഇവിടുത്തെ കോസ്റ്റ് 4-നേക്കാളും ലെസ് അല്ലേ. അപ്പം ഞാനിവിടെ ഈ ഒരു കോസ്റ്റ് 3 ഇതിൻ്റെ ഈ 4 അല്ല, ഇപ്പം ഇത് 3 ആയി. കാരണം എനിക്ക് 1-ൽ പോയിട്ട് എനിക്ക് 2-വിൽ പോകാൻ 1-ൽ നിന്ന് 2-ലോട്ട് പോയിട്ട് 2-ൽ നിന്ന് 3-ലോട്ട് എനിക്ക് നേരെ വന്നാൽ മതി. ഈ 4 കോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ 3 കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു. ഇവിടെയും ഇൻഫിനിറ്റി കട്ട് ചെയ്ത് ഞാൻ 9 അപ്ഡേറ്റ് ചെയ്തു. വേറെ ഒരു പാത്തിലോട്ടും 2 പോകാൻ പറ്റത്തില്ല. സോ വാട്ട്? ഇവിടെ ഞാൻ 9 അപ്ഡേറ്റ് ചെയ്തു. ബാക്കി എല്ലായിടത്തൊന്നും ഒരു ചേഞ്ച് ഇല്ല. ഇനി അടുത്ത ഈ സെക്കൻഡ് ലൈനിൽ ലോവസ്റ്റ് ഏതാന്ന് നോക്കിക്കേ. 3 ആണ് ലോവസ്റ്റ്. അപ്പം ഞാൻ ആ 3 എടുത്തു. ഓക്കെ, 3 ആണ് എൻ്റെ ലോവസ്റ്റ്. സോ ഐ എം ടേക്കിംഗ് മൈ സെലക്റ്റഡ് വേർട്ടെക്സ് ആസ് 3. അപ്പം 3 എടുത്തേ. 3-ൽ ഇപ്പം നമ്മളുടെ കേഴ്സർ 3-ൽ വന്ന് നിൽക്കുവാണ്. 3-ൽ നിന്ന് 5-ലോട്ട് പോകാൻ എന്ത് ഡിസ്റ്റൻസ് ഉണ്ട്? 3-യുടെ കോസ്റ്റ്, അതായത് 3 പ്ലസ് ആ ഒരു പാത്തിന് എഗെയിൻ 3 + 3 is nothing but 6. നമ്മുടെ റിലാക്സേഷൻ ക്രൈറ്റീരിയ എന്താണ്? 6 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം? 6 വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ഇൻഫിനിറ്റി കട്ട് ചെയ്ത് 6 ആക്കുക. 3-ൽ നിന്നും വേറൊരു ഏരിയയിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 9 അതുപോലെ തന്നെ എടുത്ത് എഴുതുന്നു. 5-ന് ഇൻഫിനിറ്റി മാറി നമ്മൾ 6 ആക്കുന്നു. 6 ഇൻഫിനിറ്റി ആയിട്ട് തന്നെ കിടക്കുന്നു. ഇനി അടുത്ത് ഇതിൽ കുറവ് ഏതാണ്? ഇതിൽ കുറവ് അടുത്ത് 5 ആണല്ലേ. അപ്പം നമ്മൾ വേർട്ടെക്സ് 5 സെലക്ട് ചെയ്യുന്നു. വേർട്ടെക്സ് 5 സെലക്ട് ചെയ്തിട്ട് ഇനി എന്താണ്? വേർട്ടെക്സ് 5 ഇവിടെയാണ് നമ്മുടെ കേഴ്സർ. ഇവിടെ നിന്ന് എനിക്ക് 4-ലോട്ട് പോകാൻ പറ്റും, 6-ലോട്ടും പോകാൻ പറ്റും. 4-ലോട്ട് പോകാൻ എത്രയാണ് കോസ്റ്റ്? 6 + 2 ദാറ്റ് ഈസ് 8. അപ്പം ഇതിൻ്റെ കോസ്റ്റ് 6 + 2 ദാറ്റ് ഈസ് 8. ഇവിടെ 9 ആണ് കോസ്റ്റ് കിടക്കുന്നത് അല്ലേ. അപ്പം നമ്മളത് 8 വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെ അടുത്തത് 6 + 5 11 ആണല്ലേ. അപ്പോൾ ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 11-നേക്കാളും കൂടുതലല്ലേ. അപ്പം ഞാൻ അത് കട്ട് ചെയ്ത് 11 ആക്കി. അപ്പോൾ ഇവിടെ എനിക്ക് 8 എന്ന് വന്നു വാല്യൂ, ഇവിടെ എനിക്ക് 11 എന്ന് വന്നു വാല്യൂ. അടുത്ത വേർട്ടെക്സ് എനിക്ക് ചൂസ് ചെയ്യണം. ഈ രണ്ടെണ്ണത്തിൽ 6-ലും 4-ലും ലീസ്റ്റ് എന്ന് പറയുന്നത് 4 ആണല്ലേ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഐ ആം ടേക്കിംഗ് മൈ നെക്സ്റ്റ് സെലക്റ്റഡ് വേർട്ടെക്സ് ആസ് 4 ആൻഡ് ദെൻ ഫ്രം 4 ഹൗ കൻ ഐ ഗെറ്റ് ടു 6? 4 8 ആണല്ലേ. 8 + 1 9. ഇവിടെ 11 ആണ്. സോ ഐ ആം റീപ്ലേസിങ് ദാറ്റ് വിത്ത് 9. അപ്പം ലെസ് കോസ്റ്റിൽ നമുക്ക് 6-ൽ എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? 1-ൽ നിന്നും നമ്മൾ 2-ലോട്ട് പോയി അല്ലേ. 2-ൽ നിന്നും നമ്മൾ 3-ലോട്ട് പോയി. 3-ൽ നിന്നും നമ്മൾ 5-ലോട്ട് പോയി. 5-ൽ നിന്നും നമ്മൾ 4-ലോട്ട് പോയി. ഈ ഒരു ഓർഡർ 4-ൽ നിന്നും നമ്മൾ നമ്മുടെ ലാസ്റ്റ് വേർട്ടെക്സ് ആയ 6-ലോട്ട് പോയി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നത്. നമുക്കിനി ഇതിനോട് സിമിലർ ആയിട്ട് ഒരു ക്വസ്റ്റ്യനോട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എഗെയിൻ നമുക്ക് കുറേ എഡ്ജസ് ഉള്ള നമുക്കൊരു ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. എഗെയിൻ നമുക്കിതിൽ നമ്മൾ ആ ടേബിൾ വരച്ച പോലെ നമുക്കൊന്ന് വരയ്ക്കാം. സെലക്റ്റഡ് വേർട്ടെക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ എക്സാം പേപ്പറിൽ ഇതൊക്കെ മാർക്കാണ് അവർ നോക്കുന്നത്. അപ്പം കുറച്ചുകൂടെ റൈറ്റിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് 2 3 4 5 6 ഇതുപോലെ നേരത്തെ പോലെ തന്നെ 6 വെർട്ടിസസ് ആണുള്ളത്. നമ്മുടെ സോഴ്സ് വെർട്ടെക്സ് 1 ആണ്. അപ്പം ഞാൻ 1-ൽ നിന്ന് തുടങ്ങുവാണേ. അപ്പോൾ 1-ൽ നിന്നും നമുക്ക് 2-ലോട്ട് 50 ആണ് നമുക്കുള്ള കോസ്റ്റ്. 1-ൽ നിന്നും 4-ലോട്ട് 10 ആണ് നമുക്കുള്ള കോസ്റ്റ്. 1-ൽ നിന്നും 3-ലോട്ട് നമുക്ക് 45 ആണ് കോസ്റ്റ്. 1-ൽ നിന്നും 5-ലോട്ടില്ല, 1-ൽ നിന്നും 6-ലോട്ടും ഇല്ല. അപ്പം നമ്മൾ അവരെ ഇൻഫിനിറ്റി വെച്ചിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലുള്ളതിൽ ലോവസ്റ്റ് കോസ്റ്റ് ആർക്കാണെന്ന് നോക്കിക്കേ. നമുക്ക് ലോവസ്റ്റ് കോസ്റ്റ് ഉള്ളത് 4-നാണല്ലേ. അപ്പം ഞാനിവിടെ 4 എടുത്തു. 4 സെലക്ട് ചെയ്തു. അപ്പോൾ 4 സെലക്ട് ചെയ്യുമ്പോഴത്തേന് അപ്പോൾ ഇവിടെ എൻ്റെ കേഴ്സർ 4 വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ 4-ൽ വന്ന് നിൽക്കുമ്പോഴത്തേന് ഇനി എങ്ങനെയാണ്? 4-ൽ നിന്നും 5-ലോട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. 4-ൻ്റെ കോസ്റ്റ് എത്രയാണ്? 10 ആണല്ലേ. 10
പ്ലസ് 15 ഇസ് നത്തിങ് ബട്ട്, അപ്പം ഞാൻ ഇവിടുത്തെ വാല്യൂസ് കൂടെ എഴുതിയേക്കാം. 50, ഇത് 45, ഇത് ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റി. ഓക്കെ, 10 + 15 എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് ഇസ് ലെസ്സർ ദാൻ ഇൻഫിനിറ്റി. സോ ഐ എം മാർക്കിംഗ് ഇറ്റ് എസ് 25. അപ്പം ഞാനിവിടെ 25 എടുത്ത് എഴുതുവാണേ. പിന്നെ 4ന് 10 ഒന്നിലോട്ട് തിരിച്ചാൻ പറ്റത്തുള്ളൂ. സോഴ്സ് വെർട്ടെക്സ് ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ബാക്കിയൊന്നുമില്ല. സോ നമ്മൾ അതെല്ലാം ആ എഴുതിയത് തന്നെ താഴോട്ട് എടുത്ത് എഴുതുവാണേ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി അടുത്തത് ഇതിലെ ലോവസ്റ്റ് ഏതാണ് കണ്ടുപിടിക്കുക. ഇതിലെ ലോവസ്റ്റ് നമുക്ക് 5 ആണ്. ഓക്കെ, സോ ഐ എം സെലക്ടിങ് ദിസ് വേർട്ടെക്സ് 5. അപ്പോൾ അടുത്ത 5ലോട്ടാണ് കൺട്രോൾ വന്നേക്കുന്നത്. 5ന്ന് നമുക്ക് 2ലോട്ട് പോകാൻ, അപ്പോൾ 5യുടെ കോസ്റ്റ് 25 ആണ്. 2ലോട്ട് പോകാൻ നമുക്ക് 20യും കൂടെ വേണം. അതായത് 45 ആണ് നമുക്ക് 2ൽ എത്തുന്ന കോസ്റ്റ്. 25 + 20 ഈസ് 45 വിച്ച് ഇസ് ലെസ് ദാൻ 50. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുക, ഇവിടെ 50 വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇനി അടുത്തത് എങ്ങോട്ട് പോകാൻ പറ്റും? ഇവിടുന്ന് നമുക്ക് 6ലോട്ട് പോകാൻ പറ്റും അല്ലേ. 25 + 20 എത്രയാണ്? നമുക്ക് 6ലോട്ട് പോകാൻ പറ്റും. സോ ദാറ്റ് ഇസ് അഗെയിൻ 45. അപ്പോൾ ഇൻഫിനിറ്റി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ 45 എഴുതി. ഇപ്പം ഇവിടെ തൽക്കാലത്തിന് നമുക്ക് 25 കൊടുക്കാം. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നോടാണല്ലോ. അപ്പം നമുക്ക് എത്ര? 25, 25, 50. അപ്പോൾ ഞാനിവിടുത്തെ 15 എഴുതുവാണേ. നമുക്ക് ഇനി ഇവിടെ വരുന്നത് 2ഉം 3 രണ്ടും 45 ആണ് വന്നേക്കുന്നത് അല്ലേ. നമുക്ക് 5ൽ നിന്നും എഗെയിൻ പാത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് ഡെസ്റ്റിനേഷൻ നോഡ് അതിനനുസരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പം മൈ ഡെസ്റ്റിനേഷൻ നോഡ് എന്താണ്? 6 ആണെന്ന് വിചാരിക്കുക. ഇഫ് മൈ ഡെസ്റ്റിനേഷൻ നോഡ് 6. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഗോൾ നോഡെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഇസ് മൈ ഗോൾ നോഡ്. ഞാൻ 2ലോട്ടാണ് എടുക്കുന്നത് എന്ന് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, ബിക്കോസ് 45, 45 ആണ്, നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. സിൻസ് ബോത്ത് ആർ ഈക്വൽ, ഐ എം ടേക്കിംഗ് 2 ആസ് ദ വേർട്ടെക്സ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നള്ളിട്ടു, ഇവിടെ നള്ളിട്ടു, ഇവിടെ നള്ളിട്ടു. ഇനി 2ലാണ് എൻ്റെ കൺട്രോൾ വന്നേക്കുന്നത്. 2ൽ നിന്നും 3ലോട്ട് പോകാനായിട്ട് ഇതെടുക്കും, എത്രമാത്രം ഡിസ്റ്റൻസ് എടുക്കും? 55 എടുക്കും അല്ലേ. പക്ഷെ 55യുടെ ആവശ്യമില്ല. എന്താണ്? 45 ഓൾറെഡി ലെസ്സർ ദാൻ 55 ആണ്. സോ നോ നീഡ് ഓഫ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ്. ഇനി അടുത്തത് 2ൽ നിന്നും വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അല്ലെ. 4ലോട്ടേ പോകാൻ പറ്റും, പക്ഷെ 4 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നോ പ്രോബ്ലം, അത് നമുക്ക് വേണ്ട. ഇനി 6ലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. സോ 6ൻ്റെ എന്ത് വാല്യൂ നമ്മൾ താഴോട്ട് എടുത്ത് എഴുതുവാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി അടുത്ത 2ൽ നിന്നും നമുക്ക് ലോവസ്റ്റ് വാല്യൂ ആയ 3ലോട്ട് പോവാം. ഓക്കെ, 3ലോട്ട് പോകുമ്പോഴത്തേനും എന്താണ് വരുന്നത്? 3ലോട്ട് പോകുമ്പോഴത്തേനും എഗെയിൻ ഇവിടെ നിൽക്കുമ്പോഴത്തേനും 45 ആണ് 3യുടെ വാല്യൂ. ഇനി നമുക്ക് 6ൻ്റെ വാല്യൂ നമുക്ക് റീഫ്രേസ് ചെയ്യാം, 5ൻ്റെ വാല്യൂ ചെയ്യാം. പക്ഷേ 5 ഓൾറെഡി വിസിറ്റഡ് ആയതുകൊണ്ട് വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ്. 45 + 35 ആണ് നമുക്ക് 6ൻ്റെ വാല്യൂ. അത് എത്രയാണ് വരുന്നത്? നമുക്ക് 80 വരും അല്ലേ. പക്ഷേ 80 ഈസ് ഗ്രേറ്റർ ദാൻ 50. സോ നോ നീഡ് ടു റീപ്ലേസ്, വിച്ച് മീൻസ് ദാറ്റ് ദെൻ വി ഗോ സ്ട്രേറ്റ് ടു 6 വിത്ത് 50 വാല്യൂ. ഇനി അടുത്തത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ൽ നിന്ന് 4ലോട്ട് വന്നു അല്ലേ. 4ൽ നിന്നും 5ലോട്ട് വന്നു. 5ൽ നിന്നും നമുക്ക് ആക്ച്വലി ഡയറക്റ്റ് 6 പോകുന്നതാണ് നമുക്ക് ലാഭം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 5ൽ 2 പിടിച്ച് 2ൽ 3 പിടിച്ച് 3 ഈ പാത്ത് പിടിക്കുന്നത് നമുക്ക് കൂടുതൽ എന്താണ് ഈ ഒരു എന്നാൽ പറഞ്ഞ കൂടുതൽ കോസ്റ്റാണ്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് പാത്ത്. ഓക്കെ, അല്ലെങ്കിൽ ദിസ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് പാത്ത്. എഗെയിൻ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ഞാൻ കുറച്ചുകൂടി റീഫ്രേസ് ചെയ്തെടുത്തതാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല, ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ഗോൾ നോഡിൽ എത്തുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചിലപ്പോൾ എല്ലാ നോട്ട്സിനും വിസിറ്റ് ചെയ്യാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്നതാണ് ഗോൾ നോഡ്, ഇന്നതാണ് സ്റ്റാർട്ട് നോഡ് എന്ന് ചിലപ്പോൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം 1ൽ നിന്നും ബാക്കിയുള്ള എല്ലാ നോട്ട്സിലോട്ടുമുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ആർ എന്താണ് സിംഗിൾ സോഴ്സ് SPP ഈസ് ഓൾ അബൌട്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പഠിക്കുക. സോ ദിസ് ഇസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആൽഗോറിതം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡിജിസ്ട്രാസിൻ്റെ അൽഗോരിതം വരുന്നത് ഇനീഷ്യലി നമ്മളുടെ വേർട്ടെക്സിനെല്ലാം ഗ്രാഫിലുള്ള എല്ലാ വേർട്ടെക്സിനും നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുവാണ്. ആൻഡ് ദർ ആർ നോ വേർട്ടസസ് വിസിറ്റഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുവാണ്. നമ്മളുടെ സ്റ്റാർട്ട് വേർട്ടെക്സിൻ്റെ ഡിസ്റ്റൻസ് 0 കൊടുക്കുവാണ്. അത് നമ്മൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇനി നമ്മളൊരു ക്യൂ സെറ്റ് എടുക്കുവാണ്. ഇൻ ദാറ്റ് ദർ ആർ ദ സെറ്റ് ഓഫ് വേർട്ടസസ് ഇൻ ഗ്രാഫ് G. until and unless that set is not empty, നമ്മൾ മിനിമം ഡിസ്റ്റൻസ് ഉള്ളതിനെ ഉള്ളതിൽ മിനിമം ഡിസ്റ്റൻസ് ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ മിനിമം ഡിസ്റ്റൻസ് ഉള്ളതിനെ നമ്മൾ യു ആയിട്ട് എടുക്കുവാണ്. യു ആയിട്ട് എടുത്തിട്ട് ആ ഒരു ക്യൂ സെറ്റിൽ നിന്നും യുവിനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട്
ഇത് യുവിൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള വീട് ഡിസ്റ്റൻസ് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ അവിടെയും ചെയ്തത്. അതായത് ഈ ഒരു പോയിന്റിലോട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും, എത്രയ്ക്കാണ് പറ്റുന്നത് എന്നുള്ളതൊക്കെ നോക്കായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഡി ഓഫ് യു നോക്കും, വെയിറ്റ് നോക്കും. അത് നമ്മളുടെ ഡി ഓഫ് വിനേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് ദെൻ വീൽ പുട്ട് ദ വേർട്ടിസ് വ്യൂ ആസ് വിസിറ്റഡ്, അല്ലെങ്കിൽ പ്രീവിയസ് എന്നുള്ള സെക്ഷനിനകത്ത് കൊടുക്കും. അങ്ങനെ എല്ലാ വേർട്ടിക്സുമായിട്ട് നമ്മൾ ചെയ്യും അൺടിൽ ആൻഡ് അൺലെസ് വി ഹവ് ഫൗണ്ട് ഔട്ട് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഗോറിതമാണ്. നമ്മൾ ചെയ്തത് എന്താണ്, ഷോർട്ടസ്റ്റ് പാത്ത്, എല്ലാ വേർട്ടിക്സിലോട്ടുള്ള ഷോർട്ടസ്റ്റ് പാത്ത് നമുക്കിവിടെ കിട്ടി. നമ്മൾ 1 നിന്നും 6 ദ സ്മോളസ്റ്റ് പാത്ത് നമ്മൾ പിടിക്കുകയാണ് ചെയ്തത്, ടച്ചിങ് ഓൾ ദ വേർട്ടിസസ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വി വർ ജസ്റ്റ് ഫൈൻഡിങ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. പിടികിട്ടിയോ? ഇപ്പോൾ എല്ലാ വേർട്ടിക്സിലും ടച്ച് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഇഫ് വി ഹാവ് ടു ടച്ച് ഓൾ ദ വേർട്ടിക്സ് ദെൻ ദിസ് പാറ്റേൺ വുഡ് ബി ഫോളോഡ്. പിടികിട്ടിയോ? അതായത് 1 to 4, 4 to 5, 5 to 2, 2 to 3 and 3 to 6. So this will be our shortest path from 1 to 6 if you want to touch all the vertex. Okay, so that is how you do the Dijkstra's algorithm.